ഏതായിരുന്നാലും ശരി, ഈ ചോദ്യത്തിലുമുണ്ട് രണ്ടെണ്ണം. ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട വ്യവസ്ഥക്കുള്ളിലുള്ള ചോദ്യമാണോ എങ്കിൽ അത് സൃഷ്ടിയോട് ചോദിച്ചാൽ ശിർക്കൊന്നുമില്ല. ചിലപ്പോൾ ഉത്തരം വലിയ സഹായം കിട്ടും, ചിലപ്പോൾ കിട്ടും. പോയി കടം ചോദിച്ചു, തന്നീല, നഷ്ടം എന്താ ഉള്ളത്? ഒന്നുമില്ല. ആ പൈസ ഇട്ടില്ല, വെറുതെ തലേ പോയി. നമ്മൾ പറയാം വെറുതെ തലേ പോയി, ഞാൻ ഓട്ടോറിക്ഷൻ്റെ പൈസ കൂടെ പോയി എന്നല്ലാതെ കാര്യം കിട്ടിയതാണ്. അത്രേ ഉണ്ടാവുള്ളൂ, വളരെ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതാണ് വ്യവസ്ഥക്കുള്ളിലുള്ള സഹായ ചോദ്യങ്ങൾ. എന്നാൽ അതും പ്രശംസിക്കപ്പെട്ടതല്ല. കാരണം സൃഷ്ടിയോട് ഒരാവശ്യം ഉന്നയിക്കലാണ്. അതുകൊണ്ട് സൃഷ്ടിയോട് ചോദിക്കുക എന്നുള്ളത് പ്രശംസിക്കപ്പെട്ട കാര്യമല്ല. തഫ്സീറുകളിൽ കാണാം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീയിലേക്ക് ഇട്ടപ്പോൾ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വല്ല ആവശ്യമുണ്ടോ ചോദിച്ചു, സഹായം വല്ലതും വേണോ ചോദിച്ചു. അമാ ഇലൈക ഫലാ, നിന്നോട് ചോദിക്കാൻ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, നിന്നോട് എനിക്കൊന്നും ചോദിക്കാനില്ല. അമാ ഇലൈക ഫലാ. ഒട്ടുമിക്ക തഫ്സീറും വന്നതാണ്. സനദ് കൊണ്ട് സ്വഹിയാണോ അല്ലെന്ന് ഇപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും തഫ്സീറുകളിൽ ഈ സംഭവം രേഖപ്പെട്ടിട്ടുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ ആ ഒരു പൂർണ്ണതയാണ്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, സഹായം വല്ലതും ആവശ്യമുണ്ടോ? നിന്നോട് ചോദിക്കേണ്ട സഹായവും എനിക്കില്ല, ആവശ്യമില്ല. അതാണ് യഖീൻ. അപ്പം ആ ഒരു പൂർണ്ണതയ്ക്ക് എത്തുമ്പോഴാണ് പരമാവധി ഒരാളെയും ആശ്രയിക്കാതെ. അവിടെയാണ് ദ്വാരിക്കാൻ പറയാൻ പറ്റുമെന്ന് ചർച്ചയ്ക്ക് പറ്റുന്നത്. ചില പണ്ഡിതമാക്കി തമ്മിൽ കാണും പ്രാർത്ഥിക്കാൻ പറയാൻ പാടില്ല. അത് ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ്. ഒന്നിനും ഒരാളെയും ആശ്രയിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പറയൽ ഒരാളെ ആശ്രയിക്കലാണല്ലോ. എനിക്കിവിടെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അയാളെ ആശ്രയിക്കൽ അത് വരുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുക എന്നുള്ളത് ഒരാളെ ആശ്രയിക്കൽ വന്നു, അതുകൊണ്ട് അത് ഒഴിവാക്കണം. നമ്മൾ ബാക്കി എല്ലാത്തിനും ആശ്രയിക്കുക, ഇത് മാത്രം പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ദ്വാരിക്കാൻ പറയുമ്പോൾ ദ്വാരിക്കാൻ പറയാൻ പാടില്ല. എന്നാൽ ബാക്കി എല്ലാത്തിനും മനുഷ്യന്മാരെ ആശ്രയിച്ചുകൊണ്ട് പോണതിനും എങ്കിലും വലിയ അർത്ഥമൊന്നുമില്ല. രണ്ടാമത്, പറയപ്പെടുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു കിബർ വരാൻ സാധ്യതയുണ്ട്. എനിക്കൊരു ദ്വാരിക്കാൻ പറയുമ്പോൾ അയാളെന്തോ വലിയ ഒരു ദ്വാരിക്കാൻ മാത്രമൊക്കെ യോഗ്യതയുള്ള ആളാണ് എന്നൊരു തോന്നൽ അയാളുടെ ഉള്ളിൽ വന്നാൽ അയാൾക്ക് നഷ്ടമാണ്. നമുക്ക് നഷ്ടമില്ല, അയാൾക്ക് നഷ്ടമാണ്. ഏത് സബബുണ്ട്, പക്ഷെ ഈ ഇഴ്തിമാദുണ്ട്. ഒരു സൃഷ്ടിയെ അവലംബിക്കുക എന്നത് അതിൽ വരുന്നുണ്ട്. രണ്ട്, അയാൾക്ക് കിബർ വരാനുള്ള സാധ്യത അവിടെയുണ്ട്. അത് ഇബ്നു ഉമറിനോടൊക്കെ നോക്കാൻ പറഞ്ഞാൽ ഞാൻ നബിയൊന്നുമല്ല എന്ന് പറയുന്ന, ഞാൻ നബിയല്ലാന്ന്. നബിനോട് പറയാം, അതൊരു ന്യായമാണ്. എന്നോട് ഇപ്പം എന്തിനാ പറയണെന്ന്? ഞാനിപ്പോൾ ഞാൻ നബിയാണോ തോൽക്കാൻ? അപ്പം ഞാനങ്ങനെ ഒന്നുമല്ല എന്ന് സ്വയം ഒരു കിബർ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ പറച്ചിലാണത്. അല്ലാതെ തോൽക്കാൻ പറയാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞുകൂടാ. ശരി, അപ്പം ഇവിടെ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാ, അള്ളാഹുവിനോട് നീ ചോദിക്കുക. അപ്പം തത്വത്തിൽ എല്ലാ ചോദ്യങ്ങളും അള്ളാഹുവിനോട്. ഒന്നുകിൽ കാര്യകാലബന്ധത്തിൻ്റെ അപ്പുറത്തുള്ള പ്രാർത്ഥനയായിരിക്കാം, ഇനി അല്ലാത്താണെങ്കിൽ അതിലുമുണ്ട് കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു തേട്ടം. അതൊക്കെ റഹ്മാൻ റബ്ബിനോടാണ് തേടേണ്ടത് എന്നർത്ഥം. കാര്യം ഒരു പക്ഷേ അഭൗതികമായിരിക്കാം, അതിന് ഭൗതികമായ വഴി സ്വീകരിക്കലുണ്ടാവും. കാര്യം ഭൗതികമായിരിക്കാം, അതിന് അഭൗതികമായ മാർഗം സ്വീകരിക്കലും ഉണ്ടാവും. അതനുസരിച്ച് ഇതൊക്കെ വകുപ്പുകൾ മാറും.